നമസ്കാരം, രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഇന്ന് നടക്കാൻ പോകുന്ന HSST ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാനനൈസേഷൻ എന്ന് പറയുന്നതും അതുപോലെ ലിസിഡാസ് എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സും അതിനോടൊപ്പം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒപ്പം നമുക്ക് ഈ പറയുന്ന ക്ലാസ്സിലെ പറഞ്ഞിരിക്കുന്ന PDF നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലൂടെ ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം കാനനൈസേഷൻ എന്ന് പറയുന്ന പോയത്തിന്റെ എന്തൊക്കെയാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് പോയിന്റ് റിട്ടൺ ഇൻ 1590s. ഓക്കെ, അപ്പൊ കാനനൈസേഷൻ എഴുതപ്പെട്ടത് 1590കളിലാണ് ആൻഡ് ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ 1633. ഈ രണ്ട് ഡേറ്റും ഓർത്ത് വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് എഴുതപ്പെട്ടതെന്നും അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്തതെന്നും എന്നുണ്ട്. എവിടെയാണ് പബ്ലിഷ് ചെയ്തത്? ഇൻ ഡൺസ് പോസ്റ്റ്മസ് കളക്ഷൻ സോങ്സ് ആൻഡ് സോണറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കുക. എ 5 stanza poem separated into sets of 9 lines with a rhyme scheme AB, BA, CC, CAA at total 45 lines. Next point നോക്കുക. Describes a transcendent love that eventually evolves into the idealized baseline for all other aspiring lovers. Okay, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമ്മുടെ ഈ പോയമായി ബന്ധപ്പെട്ട് എന്താണ് പോയം ചെയ്യുന്നത്? Describes a transcendent love that eventually evolves into the idealized baseline for all other aspiring lovers. ഇത് നോക്കാൻ പ്രധാനപ്പെട്ട തീംസ് ഏതൊക്കെയാണ്? ലവ്, പോയട്രി, ഇമ്മോർട്ടാലിറ്റി, the power and holiness of love are the most important themes. പഠിച്ചു വെക്കുക. എന്താണ്? ലവ്, പോയട്രി, ഇമ്മോർട്ടാലിറ്റി, the power and holiness of love are the most important themes. തീർച്ചയായിട്ടും പരീക്ഷിക്കുന്ന തീം ചിലപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. ഉദാഹരണത്തിന് ലവ് ആയിരിക്കാം, അത് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ലവ്, പോയട്രി, ഇമ്മോർട്ടാലിറ്റി, the power and holiness of love are the most important themes. Then extended metaphor, paradox, ambiguity and wordplay are the major literary devices used in the poem. Okay, അപ്പോൾ ഏതൊക്കെ ലിറ്റററി ഡിവൈസ് ആണ് പ്രധാനപ്പെട്ടത്? എക്സ്റ്റെൻഡഡ് മെറ്റഫോർ, also known as conceit, paradox, ambiguity and wordplay are the major literary devices used here. നോക്കുക. The use of extended metaphor, known as conceit, is one of the most important elements in the poem. In the final stanzas, the speaker introduces a metaphor comparing himself and his lover to a phoenix. ഇപ്പൊ ചോദിക്കും, ഫൈനൽ സ്റ്റാൻസയിൽ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്താണ്? ഒരു മെറ്റഫർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ലവറിനെയും ഫീനിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. എവിടെയാണ് ഈ പറയുന്ന പോയറ്റ് തന്നെയും അതുപോലെ തന്റെ ലവറിനെയും ഫീനിക്സ് ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്? എവിടെയാണ്? ഫൈനൽ സ്റ്റാൻസാസിലാണ്. ഈ പറയുന്ന കമ്പാരിസൺ എന്തിന് എക്സാമ്പിൾ ആണ്? മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നോക്ക്. ഇൻ ഈ സ്റ്റാൻസ ബോത്ത് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ലൈൻസ് എൻഡ് വിത്ത് ദ വേർഡ് ലവ്. ഓൾസോ ദ 4th and 8th ലൈൻസ് എൻഡ് വിത്ത് ദ വേർഡ് എൻഡിങ് ഓ. വളരെ പ്രത്യേകതയുള്ള ഒരു ഭാഗമാണിത് ഈ പോയമായി ബന്ധപ്പെട്ട്. ഉദാഹരണം നോക്കുക. ഇത് ഒരു സ്റ്റാൻസയാണ് തന്നിരിക്കുന്നത്. ഓരോ സ്റ്റാൻസയിലും നമുക്കിത് കാണാൻ കഴിയും. നോക്കുക, ഫസ്റ്റ് ലൈൻ നോക്കുക, അതിന്റെ അവസാനം എങ്ങനെയാണ്? ലവ് എന്ന വേർഡിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ലൈൻ നോക്കുക, ലവ്. ഇത് ഒറ്റ സ്റ്റാൻസയാണ്. ഇപ്പൊ 2 പേജ് ആയതുകൊണ്ട് സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കുന്നത് ഒറ്റ സ്റ്റാൻസയാണ്. ആ സ്റ്റാൻസയില് എല്ലാ സ്റ്റാൻസയിലെയും ആദ്യത്തിന്റെയും അവസാനത്തിന്റെയും ലൈൻ എൻഡ് ചെയ്യുന്നത് ലവ് എന്ന് പറയുന്ന വേർഡിലായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? 4th and 8th lines end with the word ending o. 4th and 8th line നോക്കാം. 1, 2, 3, 4 അവിടെ കണ്ടോ? ഓ. ഈ ഇംപ്രൂവ് എന്ന് പറയുന്ന വേർഡാണ്. അത് എൻഡ് ചെയ്തിരിക്കുന്നത് ഓ എന്ന് പറയുന്ന ഇതിലാണ്. അതേപോലെ 8th ലൈൻ നോക്കുമ്പോൾ നമുക്കാണെങ്കിൽ അപ്രൂവ്. അവിടെയും ഈ അപ്രൂവ് എന്ന് പറയുന്ന വേർഡാണ്. അത് എൻഡ് ചെയ്തിരിക്കുന്നത് ഓ എന്നതാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ പറയുന്ന പോയമായി ബന്ധപ്പെട്ട്. എന്താണ്? In each stanza, both the first and the last lines end with the word love. Also, the 4th and 8th lines end with the word ending o. So, പരീക്ഷയ്ക്ക് ചോദിക്കാം, in which poem
each stanza, both the first and the last lines end with the word love. Also, the fourth and eighth lines end with a word ending O. എന്ന് ചോദിച്ചാൽ നമുക്ക് കാനനൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ കാനനൈസേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഏതൊക്കെയാണ് നോക്കുക. ഫസ്റ്റ് പോയിന്റ്, written in the 1590s and originally published in 1633 in Donne's posthumous collection Songs and Sonnets. The next point എന്തായിരുന്നു? A 5-stanza poem separated into sets of 9 lines with a rhyme scheme A, B, B, A, C, 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 A, A. Total 45 lines. ഈ പോയത്തിന് എത്ര ലൈൻസ് എന്ന് ചോദിച്ചാൽ 45 ലൈൻസ് ആണ്. അത് എത്ര സ്റ്റാൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 സ്റ്റാൻസ് ആണ്. ഓരോ സ്റ്റാൻസിലും എത്ര ലൈൻസ് ഉണ്ട്? 9 ലൈൻസ് ഉണ്ട്. ഓരോ സ്റ്റാൻസിലും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റും അല്ലെങ്കിൽ ഫസ്റ്റും ലാസ്റ്റും ലൈനുകൾ എൻഡ് ചെയ്യുന്നത് ലവ് എന്ന് പറയുന്ന വേർഡിലായിരിക്കും. ഒപ്പം തന്നെ 4th and 8th ലൈനിന്റെ വേർഡ് അവസാനം എൻഡ് ചെയ്യുന്ന വേർഡ് അവസാനിക്കുന്നതും O എന്ന് പറയുന്ന ശബ്ദത്തിലായിരിക്കും. നോക്കുക. പിന്നെ എക്സ്റ്റൻഡഡ് മെറ്റഫോർ, പാരഡോക്സ്, ആംബിഗിറ്റി ആൻഡ് വേർഡ് പ്ലേ ആർ ദ മേജർ ലിറ്റററി ഡിവൈസസ് യൂസ്ഡ് ഹിയർ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലവ്, പോയട്രി, ഇമ്മോർട്ടാലിറ്റി, ദ പവർ ആൻഡ് ഹോളിനെസ് ഓഫ് ലവ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തീംസ്. പിന്നെ ദ യൂസ് ഓഫ് എക്സ്റ്റൻഡഡ് മെറ്റഫോർ നോൺ as consist is one of the most important elements in the poem. ഓക്കെ, അപ്പൊ ഇത്രയാണ് കാനനൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമ്മൾ പോകുന്നത് ലിസിഡാസിനാണ്, മിൽട്ടന്റെ. ഓക്കെ, ലിസിഡാസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ പാസ്റ്ററൽ എലിജി, ഓൾസോ നോൺ as monody, written in 1637 to lament Milton's friend King Edward. ഇനി written in iambic pentameter. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? The poem is in a reflective mood and doesn't have a regular rhyme scheme. ഈ പോയത്തിന്റെ പ്രത്യേകത ഒരു റിഫ്ലക്റ്റീവ് മൂഡാണ് ഈ പോയം നിൽക്കുന്നത്. ഒപ്പം തന്നെ അതിനൊരു റെഗുലർ റൈം സ്കീം ഇല്ല. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഡെത്ത്, സോറോ ആൻഡ് ദ ട്രാൻസിയൻസ് ഓഫ് ലൈഫ് ആൻഡ് കൺസലേഷൻ ആർ ദ മേജർ തീംസ്. ഓക്കെ, ലിസിഡാസിന്റെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെത്ത്, സോറോ ആൻഡ് ദ ട്രാൻസിയൻസ് ഓഫ് ലൈഫ് ആൻഡ് കൺസലേഷൻ ആർ ദ മേജർ തീംസ്. പിന്നെ ഈ ലിസിഡാസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ദ പോയം ഇസ് റിട്ടേൺ ഓർ ഡിവൈഡഡ് ഇൻ ടു 6 ഐഡന്റിഫയബിൾ സെക്ഷൻസ്. 6 ഐഡന്റിഫയബിൾ ആയിട്ടുള്ള സെക്ഷനുകളായിട്ടാണ് ഈ പോയം എഴുതപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ 1 to 24, ലൈൻസ് 1 to 24 ഫോം ദ ഫസ്റ്റ് സെക്ഷൻ വിച്ച് മെൻഷൻ ദ റീസൺ ഫോർ വിച്ച് മിൽട്ടൺ ഹാസ് ക്രിയേറ്റഡ് ദിസ് പോയം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ 6 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അല്ല, ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ലൈൻസ് 1 to 24 ആണ്. അവിടെ എന്ത് വിശദീകരിക്കുന്നു? ഈ പോയം എഴുതാനുള്ള കാരണത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നു. നമുക്ക് ആ കാരണം അറിയാം, എന്താണ്? ലിസിഡാസ് ഡെത്ത് ആണ്. ഇനി ലൈൻസ് 25 to 84, അതാണ് സെക്കൻഡ് സെക്ഷൻ വരിക. അവിടെ എന്താ സംഭവിക്കുന്നത്? വിച്ച് ഡിസ്ക്രൈബ്സ് ദ ടൈം ലിസിഡാസ് സ്പെൻഡ് അറ്റ് കാംബ്രിഡ്ജ് അലോങ് വിത്ത് മിൽട്ടൺ ഹിംസെൽഫ്. ഈ സെക്ഷൻ പറയുന്നത്, അതായത് കാംബ്രിഡ്ജില് മിൽട്ടണും ലിസിഡാസും കൂടെ ചെലവഴിച്ച സമയത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഈ രണ്ടാമത്തെ സെക്ഷൻ. ആ രണ്ടാമത്തെ സെക്ഷൻ നിൽക്കുന്നത് 25 to 84 ലൈൻസിലാണ്. Then the lines 85 to 131 form the third section, which is even more concerned to a pastoral style, where Milton brings forth the imagery of a procession of mourners led by Triton expressing grief on Lycidas' death. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതുപോലെ ചോദ്യം ചോദിച്ചിട്ട് ഏതൊക്കെ ലൈനിലാണ് നമുക്ക് പറയാം? 85 to 131, where Milton brings forth the imagery of a procession of mourners led by Triton expressing grief on Lycidas' death. നമുക്ക് ഫോർത്ത് സെക്ഷൻ നമുക്ക് നോക്കാം. The lines 132 to 164 form the fourth section, which Milton devotes to his feelings on Lycidas' death, presenting the flowerets cast on Lycidas' heart as a symbol of the latter's escape from intolerable reality to a lovely world. മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നോക്കാം. The lines 165 to 184 form the fifth section, which presents Milton's belief in immortality, where he presents the imagery of saints entertaining Lycidas in sweet societies. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, which lines present
മിൽട്ടൺസ് ബിലീഫ് ഇൻ ഇമ്മോർട്ടാലിറ്റി എന്ന് ചോദിക്കും. നമുക്ക് 165 to 184 എന്ന് പറയാം. അല്ലെങ്കിൽ ഈ 165 മുതൽ 184 ലൈൻ തന്നിട്ട് അവിടെ എന്താണ് ലൈൻ, ഈ ലൈൻസ് എന്താണ് പ്രസന്റ് ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് പറയാം മിൽട്ടൺസ് ബിലീഫ് ഇൻ ഇമ്മോർട്ടാലിറ്റി എന്ന് നമുക്ക് പറയാം. അവിടെ ഹി പ്രസൻസ് ദ ഇമേജറി ഓഫ് സെയിൻസ് എന്റർടൈനിങ് ലിസിഡാസ് ഇൻ സ്വീറ്റ് സൊസൈറ്റീസ്. നോക്കാം ലാസ്റ്റ് സെക്ഷൻ, അതായത് 6th സെക്ഷൻ 185 to 193 ആണ് ലൈൻസ്. Forms the epilogue of the poem, which refers to the Greek pastoral poets and expresses a determination to make greater poetic achievements while facing life hopefully. അപ്പോൾ ഇത്തരത്തിലുള്ള ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള സെക്ഷൻസ് ആയിട്ടാണ് ഈ പോയത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇതൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസസ് ഇതൊക്കെ അപ്പോസ്ട്രോഫി ഉപയോഗിച്ചിട്ടുണ്ട്. ആനുള്ള എക്സാമ്പിൾസ് ആണ് ഇത്രയും ഉള്ള ലൈൻസ്. ഈ ലൈൻസ് എല്ലാം അപ്പോസ്ട്രോഫിക്ക് എക്സാമ്പിൾ ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കുക. ഫ്രം ലൈൻ 1 to 5 ഇതെന്ന് പറയുന്നത് നമ്മുടെ പോയത്തിന്റെ 1 to 5 ലൈൻസ് ആണ്. അവിടെ എന്ത് ചെയ്യുന്നു? ദ പോയറ്റ് അഡ്രസ്സസ് ലോറൽസ് ആൻഡ് മെർട്ടിൽസ് എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്യുന്നുണ്ട് വിത്ത് ദ വേർഡ് ഓ. ദിസ് ഈസ് കാൾഡ് അപ്പോസ്ട്രോഫി. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇത്തരത്തിൽ അഡ്രസ് ചെയ്ത് പറയുന്നത് നമ്മൾ അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ യെറ്റ് വൺസ് മോർ ഓ എ ലോറൽസ് ആൻഡ് വൺസ് മോർ എ മെറ്റൽസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഡ്രസ് ചെയ്യാണ്. അപ്പൊ അത്തരത്തിൽ പറയുന്നത് നമ്മൾ അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൈൻസ് എന്ന് പറയുന്നത് അപ്പോസ്ട്രോഫിക്ക് എക്സാമ്പിൾ ആണ്. ഇനി മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെ? 1 to 5. ദ ഇമേച്ചർ പ്ലാന്റ് ഹൂസ് ബെറീസ് ദ പോയറ്റ് ഈസ് പിക്കിംഗ് ആൻഡ് കട്ടിംഗ് ദർ ലീവ്സ് ഈസ് എ മെറ്റഫർ. ഇതൊന്ന് മെറ്റഫറിന് ഉദാഹരണമാണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന ലൈൻസ് 25 to 29, 79 to 80, 82 to 83, 139 to 141, 143 to 151 ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? മെറ്റഫറിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത സിമ്പിൾ നോക്കുക. ലൈൻസ് 1 to 5 അവിടെ ലോറൽസ് ആർ എ സിമ്പിൾ ഓഫ് പോയറ്റിക് എബിലിറ്റി ആൻഡ് ഫെം. അപ്പോൾ നമുക്ക് സിമ്പിൾ അല്ലെങ്കിൽ മെറ്റഫർ അല്ലെങ്കിൽ അപ്പോസ്ട്രോഫി ഇതിനെല്ലാം എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഏത് ലൈൻസ് കാണിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് പറയാം 1 to 5. അപ്പോസ്ട്രോഫി 1 to 5 ഉണ്ട്. അതുപോലെ മെറ്റഫറും 1 to 5 എന്ന് പറയുന്നുണ്ട്. അവിടെ സിമ്പിളും 1 to 5 എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത പേഴ്സണിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കാം ഇവിടെ ലൈൻസ് 39 to 41 വേർ വൂഡ്സ് ആൻഡ് കേവ്സ് മോൺ. നോക്കുക, ആ ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Thee shepherd thee the woods and desert caves with wild thyme and the guarding vine overgrown and all their echoes mourn. നെക്സ്റ്റ് നോക്കുക, ഇത് കൂടാതെ ലൈൻസ് 42 to 44 and 143 to 151 are also the examples of personification. ഇനി വരുന്നത് സിമിലിയാണ്. നോക്കുക, ലൈൻസ് 45 to 49 എക്സാമ്പിൾ ആണ് സിമിലിക്ക്. Where the speaker compares the news of Lycidas' death to the infection that a rose suffers. നോക്കുക, ആ 45 to 49 ലൈൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് എന്ന് പറയുന്നത് നോക്കതാണ്ട് ആസ് കില്ലിംഗ് ആസ് ഇങ്ങനെയൊക്കെ വരുന്നതെല്ലാം ആസ് ഡാഷ് ആസ് എന്ന രീതിയിൽ വരുന്നതൊക്കെ എന്തിനാണ്? സിമിലിക്ക് ഉദാഹരണങ്ങളാണ്. ഇത് നോക്കുക, ലൈൻസ് 104 and 106 are also the examples of simile. Then allusions. നോക്കുക, begin then sisters of the sacred well that from beneath the seat of Jove doth spring. ഇത് അല്യൂഷന് എക്സാമ്പിൾ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, the poem has an abundance of classic allusions starting from laurels recalling the story of Apollo and Daphne to the sacred sisters hinting at the 9 muses of Mount Helicon who are long believed to inspire poetry. ഇത് നമ്മൾ വരുന്ന എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിലേക്കാണ്. നോക്കുക, ലിസിഡാസുമായി ബന്ധപ്പെട്ട എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ വരുന്നത്. നോക്കുക, ഹു ഈസ് ഓഫിയസ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ്? എ ക്യാരക്ടർ ഫ്രം ഗ്രീക്ക് മിത്തോളജി നോൺ ഫോർ ഹിസ് സോങ്സ്. ഇതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് സെയിന്റ് അപ്പിയേഴ്സ് ഇൻ ലിസിഡാസ്? ഇതിനകത്ത് ഏത് സെയിന്റ് ആണ് ലിസിഡാസ് എന്ന് പറയുന്ന പോയത്തിൽ അപ്പിയർ ചെയ്യുന്നത്? സെന്റ് ജോൺ ആണോ, സെന്റ് പീറ്റർ ആണോ, സെന്റ് കാതറിൻ ആണോ, സെന്റ് ലൂക്ക? ആരാണ്? സെന്റ് പീറ്റർ ആണ്. അടുത്ത ചോദ്യം, വെൻ ഡസ് ദ സ്പീക്കർ റിക്കവർ ഫ്രം ഹിസ് ഗ്രീഫ്? എപ്പോഴാണ്? വെൻ ഹി ടേൺസ് ടു ക്രിസ്ത്യാനിറ്റി. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വൈ ഡസ് അപ്പോളോ അറൈവ് ടു ഹെൽപ്പ് ദ സ്പീക്കർ? എന്തിനാണ് അപ്പോളോ
സ്പീക്കറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. എന്താണ് കാരണം? കാരണം ദ സ്പീക്കർ ഈസ് ക്വസ്റ്റനിങ് വേർഡ്ലി ഫെയിം. അതാണ് കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സ്വെയിൻ? നമ്മുടെ പോയത്തിൽ സ്വെയിൻ എന്ന് പറയുന്നുണ്ട്. അത് ആരാണെന്ന് ചോദിക്കും. എന്താണ്? എ യങ് ഷെഫേർഡ് ആണ്. അതാണ് കറക്റ്റ് ആൻസർ. അതുപോലെ വാട്ട് ഈസ് എ ബെയർ? അതാണ് എ സ്റ്റാൻഡ് ഫോർ എ കോപ്സ്. നെക്സ്റ്റ് നോക്കുക, ഹൗ വാസ് ദ ഫൗണ്ടൻ എർത്ത് ഫോംഡ്? എങ്ങനെയാണ്? നോക്കുക, എ നിംബ് ഫ്ലഡ് എ റിവർ. നോക്കുക, വിച്ച് പാഗൻ ഗോഡ് അപ്പിയേഴ്സ് ഇൻ ലിസിഡാസ്? ആരാണ്? അപ്പോളോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ സ്പീക്കർ ഫൈനലി റിജക്ട് വേർഡ്ലി ഫെയിം? എന്താ കാര്യം? എന്താണ് കാരണം? എറ്റേണൽ ഫെയിം ഇൻ ഹെവൻ ഈസ് ബെറ്റർ. അതാണ് കാരണം. അടുത്ത ചോദ്യം, ഹു ഈസ് ദ ലാസ്റ്റ് ഇൻ ദ ഫ്യൂണറൽ പ്രൊസഷൻ? ആരായിരുന്നു? സെന്റ് പീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇമേജ് അപ്പിയേഴ്സ് ത്രൂ ഔട്ട് ലിസിഡാസ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതാണ്? വാട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ആർ ദ സിസ്റ്റേഴ്സ് ഓഫ് ദ സാക്രഡ് വെൽ? ഇതും ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? ദ 9 മ്യൂസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ അറൈവൽ ഓഫ് ദ ഗ്രേ ഫ്ലൈ ഇൻഡിക്കേറ്റ്? ഇതും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദ സൺ ഈസ് അപ്പ് ആൻഡ് ഹോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആസ് കില്ലിംഗ് ആസ് ദ കാങ്കർ ടു ദ റോസ്? എന്താണ്? ദ ഡെത്ത് ഓഫ് ലിസിഡാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വൂഡ്സ് ആൻഡ് ഡെസേർട്ട് കേവ്സ് ഡു? എന്താണ്? മോൺ ഫോർ ലിസിഡാസ്. ആണ് കറക്റ്റ് ആൻസർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നമ്മൾ കാനനൈസേഷൻ അതുപോലെ ലിസിഡാസും നമ്മൾ ഉൾപ്പെടുത്തി. രണ്ടിനെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എവിടേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നു. അപ്പം ലിസിഡാസുമായി ബന്ധപ്പെട്ട ലിറ്റററി ഡിവൈസസ് അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ക്ലാസ്സിലൂടെ കവർ ചെയ്തു. ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.